അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ വീഡിയോ കണ്ട പോലെ തന്നെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ട്രിപ്പിൻ്റെ ഫസ്റ്റ് ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഡെൻമാർക്കിലേക്കാണ്. ഡെൻമാർക്കിൻ്റെ ക്യാപിറ്റലായ കോപ്പൻഹാഗനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഫ്ലിൻസ്ബുർഗിലാണ്. ഫ്ലിൻസ്ബുർഗ് ജർമ്മനിയുടെയും ഡെൻമാർക്കിൻ്റെയും ബോർഡറാണ്. നമ്മൾ ഫ്ലിക്സ് ബസ് എടുത്തിട്ടുണ്ട്. ഫ്ലിക്സ് ബസ് 4 മണിക്കൂറോളം ഉണ്ട്. നമുക്ക് ഫ്ലിക്സ് ബസ്സിലിരിക്കണം. നമ്മൾ ഫ്ലിൻസ്ബുർഗിൽ നിന്ന് 10 മണിക്ക് ഫ്ലിക്സ് കയറിയാൽ നമ്മൾ എത്തുന്നത് 2 മണിയാണ്. 4 മണിക്കൂറോളം നമ്മൾ ഇരിക്കണം, ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ നമ്മൾ പോകുന്നത് 4 പേര് കൂടിയാണ് ഈ ട്രിപ്പ്. അപ്പം ഞാനും ജോൺ ജോയും പിന്നെ ജസ്റ്റിൻ എൻ്റെ അനിയനോട് കൂടിയാണ്. പിന്നെ ശിവശങ്കരൻ ജോൺ ജോയുടെ കൂട്ടുകാരനാണ്. നമ്മൾ ഫ്ലിൻസ്ബുർഗിൽ നിന്നാണ് കൂടുതൽ പരിചയപ്പെട്ടത്. പിന്നെ നമ്മൾ പോകുന്നത് ഒരു ബ്രിഡ്ജിലൂടെയാണ്. ഇപ്പം ബ്രിഡ്ജിലൂടെ എന്ന് വെച്ചാൽ ഈ ബ്രിഡ്ജിനൊരു പ്രത്യേകത ഉണ്ട്. 18 കിലോമീറ്ററാണ് ഈ ബ്രിഡ്ജിൻ്റെ ലെങ്ത്. പിന്നെ ബസ്സേ വെച്ച് ഈ ബ്രിഡ്ജ് കണ്ടു. അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് ബ്രിഡ്ജ് തീരുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ഗൂഗിൾ ചെയ്തപ്പോഴാണ് ബ്രിഡ്ജിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത്. 18 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ട്. പിന്നെ ഈ ബ്രിഡ്ജിന് പറയുന്നത് ദി ഗ്രേറ്റ് ബെൽറ്റ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ബ്രിഡ്ജിലൂടെ പോകുന്ന യാത്ര അടിപൊളിയായിരുന്നു. നമ്മൾ പുറത്തേക്ക് നോക്കുന്ന അടിപൊളി കപ്പലുകളും കടലും പിന്നെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളൊരു 2 മണിയോടുകൂടി ഇവിടെ കോപ്പൻഹാഗനിലെത്തി. കറക്റ്റായിട്ട് ഫിക്സ് എത്തി. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എങ്ങനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്, എല്ലാം കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു നമുക്ക് ആദ്യമേ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് ബാഗ് നല്ല ഹെവിയാണ്. നമ്മൾ ഒരാഴ്ചത്തെ ട്രിപ്പാണ്. അതെല്ലാം കൊണ്ടുവച്ച ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ പുറത്തിറങ്ങി കറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പയ്യെ ഹോട്ടലിലേക്ക് നടക്കുന്ന വഴിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഏകദേശം നമ്മുടെ ഹോട്ടലും. അപ്പം ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. റൂമിൽ ചെന്നൊരു കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിനും ഇരുട്ടായി ഗൈസ്. പിന്നെ നമ്മൾ പയ്യെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടിവോളി പാർക്കാണ്. അപ്പോൾ ടിവോളി പാർക്കിൻ്റെ റൈഡ്സാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നൈറ്റായി പയ്യെ തിരക്ക് വെച്ച് തുടങ്ങി കോപ്പൻഹാഗനിൽ. ഗൈസ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4 പന്നികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നു. മേളിൽ എന്തോ ഒരു സാധനം കാണിക്കുന്നുണ്ട്, എന്നാണെന്നറിയത്തില്ല. ജോൺ ജോ പന്നികളെടുത്ത് പോയി ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഗൈസ്. ഇരട്ട പറ്റുമല്ലേ ജോൺ ജോനെ കണ്ട പന്നികളുമായിട്ട്. കണ്ടോ ഗൈസ്, ജോൺ ജോ തിരിഞ്ഞടാ, കണ്ടോ പന്നി ഏതാ ജോൺ ജോ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഗൈസ്. ഗൈസ്, ഞാൻ ഇവിടുത്തെ കൊട്ടാരം കാണിച്ചു തരാം കേട്ടോ. ജർമ്മനി ഫ്ലിൻസ്ബുർഗ് പോലെ ആയിരിക്കുന്നതാണ്. അതേ മരവും എല്ലായിടത്തെ പോലെ തന്നെ ഇവിടുത്തെയും മെയിൻ അട്രാക്ഷനാണ് ഈ കനാൽ റൈഡ്. അപ്പം നമ്മളിത് കയറിയില്ല. അതുപോലെ തന്നെ ഇത് കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ അത്ര അടിപൊളിയായിട്ട് ഞാനിത് തപ്പിപ്പോൾ തോന്നിയില്ല. അതുകൊണ്ട് ചേട്ടാ ഞാൻ കയറാത്തത്. പിന്നെ നമ്മളിത് ഈ കനാലിൻ്റെ പോട്ട് പോകുന്ന കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നോക്കി നിന്നോട്ട് ഗൈസ്. ഇത് നമ്മുടെ കോപ്പൻഹാഗനിലെ കനാൽ റൈഡ് കേട്ടോ. കനാൽ റൈഡ് പോകുന്ന ഇന്നലെ കിടിലൊരു വളവ് തിരിഞ്ഞ് ബോട്ട് പോകുന്ന ഒരു സീനാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന കേസ്. അപ്പോൾ നമ്മൾ കനാലിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെയിനായിട്ടുള്ള കനാൽ വ്യൂവിൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ നടക്കുന്ന ഒരു സ്ട്രീറ്റിൽ കൂടെയാണ് കേസ്. ഇതിപ്പോൾ നമ്മൾ ബോട്ട് പോകുന്നതുകൊണ്ട് ഇതേ ഈ കനാലിൽ കൂടെയാണ്. നമ്മൾ നൈറ്റാണ്. ഇപ്പോൾ ഇവിടെ 4:30 ആയതുള്ളൂ. പക്ഷേ എന്തിനും നല്ല ഇരുട്ടായി. അപ്പം നൈറ്റ് വ്യൂ പകൽ വ്യൂവും രണ്ടാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നമ്മൾ നൈറ്റ് വ്യൂ കണ്ടിട്ട് നാളെ ഒന്നുകൂടെ ഇവിടെ വന്ന് കറങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ ഉണ്ട്. പക്ഷേ അത് നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. അത് വേറെ കേസ്. എല്ലാവരും നടക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ കോപ്പൻഹാഗനിലെ ക്രിസ്മസ് മാർക്കറ്റാണ്. നല്ല കിടിലൻ തിരക്കാണ്. അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അകത്തത്തെ. പിന്നെ നൈസായിട്ട് പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് നേരെ നമ്മുടെ മെയിൻ സെൻറ്ററിലേക്ക് നമ്മൾ നടന്നു. തൊട്ടടുത്ത് തന്നെയാണ്, സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ക്രിസ്മസ് മാർക്കറ്റ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ സെൻറ്റർ. ഇവിടെ നല്ല തിരക്കാണ്. അതുപോലെ തന്നെ
എന്തൊക്കെ പരിപാടികൾ ഓരോ സൈഡിലായിട്ട് നടക്കുന്നുമുണ്ട്. ഇവിടെ കുറേ നേരം ഈ പുള്ളി നിന്ന് പാട്ടൊക്കെ പാടിയായിരുന്നു. അപ്പം നല്ല തിരക്കായിരുന്നു പുള്ളിയുടെ പാട്ട് കേൾക്കാനും പുള്ളിയോട് റിക്വസ്റ്റ് ചെയ്യാനും. പുള്ളിയോട് പറയുന്ന പാട്ട് പുള്ളി പാടി കേൾപ്പിക്കുന്നുണ്ടായിരുന്നു അവിടെ. കുറേ നേരം സിറ്റി സെൻറ്ററിൽ പാട്ടൊക്കെ കേട്ടിട്ട് ഞങ്ങൾ വേറൊരു ഡയറക്ഷനിലേക്ക് വെച്ച് പിടിപ്പിച്ചു. എന്താണ് സംഭവം ഉള്ളതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്കാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത ഒരു അതിമനോഹരമായ ഒരു കാഴ്ച കാണുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ കോപ്പൻഹാഗനിലെ തന്നെ മെയിനായിട്ടുള്ള ഒരു ഹോട്ടലാണ്. മെയിനായിട്ടുള്ളതും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഹോട്ടലാണ്. ടോപ്പസ്റ്റ് ഹോട്ടലാണ്. ഇപ്പം കോപ്പൻഹാഗനിലെ ടോപ്പസ്റ്റ് ഹോട്ടലിൽ അടിച്ചു കൊടുത്ത ഫസ്റ്റ് വരുന്ന ഈ ഹോട്ടലാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്നത്. അത് ഓരോ ക്രിസ്മസ് സമയത്തും അവർ അതിൻ്റേതായ ഭംഗിയിൽ പല രീതിയിൽ അവരത് ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ ഈ തവണ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഹോട്ടലിൻ്റെ നേരെ ഫ്രണ്ട് വശത്ത് വളരെ മനോഹരമായൊരു ഐസ് സ്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. റൗണ്ടിലാണ്, നല്ല വലുപ്പമുണ്ട് സാധനത്തിന്. അപ്പം ഇവിടെ പല കുട്ടികളും മുതിർന്നവരും അല്ലാത്ത എല്ലാവരും കുറേ പേര് ഇവിടെ ഐസ് സ്കേറ്റിങ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിവിടെ നോക്കി നിന്നാൽ കാണാം, ചിലരൊക്കെ അറിയാവുന്നവരുണ്ട്, ചിലർ അറിയില്ലാത്തവരുണ്ട്. അറിയില്ലാത്തവരാണ് ഈ വണ്ടി തള്ളിക്കൊണ്ട് പോകുന്നത്. അപ്പം അത് അറിയില്ലാത്തതുകൊണ്ട് ഒരു കുട്ടി കൈ അത് പിടിച്ച് എണീറ്റ് നിൽക്കുന്നത്. അപ്പോൾ അത് അറിയില്ലാത്തവരാണ്, അവർ പഠിച്ചിട്ടില്ല. അത് നല്ലൊരു ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറേ നേരം ഇത് നോക്കി നിന്നു. കുറേ നേരം വീഴുന്നുണ്ട്, കുറേ പേര് എണീറ്റ് പോകുന്നുണ്ട്. ആരും തന്നെ കാര്യമാക്കുന്നില്ല, ആരും തന്നെ കളിയാക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ ചാടി പിടിച്ച് എണീറ്റ് നോക്കും വട്ടത്തിൽ, ആരെങ്കിലും കണ്ടോന്ന്. ഇവിടെ ഒരു വിഷയമില്ല, വീഴുന്നു എണീറ്റ് പോകുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഐസ് സ്കേറ്റിങ്ങിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം നമ്മൾ കനാൽ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കനാലിൻ്റെ സൈഡ് ഫുൾ ആക്റ്റീവായിരിക്കുകയാണ്. രാത്രി നല്ല രസമാണ് കാണാൻ, ലൈറ്റ്സും പിന്നെ നല്ല കിടലൻ തണുപ്പാണ്. ഇടത് സൈഡിൽ ഫുഡ് സ്ട്രീറ്റാണ് ഗൈസ്. വലത് സൈഡിൽ ചില ഗ്ലോബിയൻ ഷോപ്പുകളുണ്ട്, അല്ലാത്ത ചോക്ലേറ്റ് ഷോപ്പുകളുണ്ട്. അങ്ങനെ ഫുൾ ആക്റ്റീവായിരിക്കുകയാണ്, നല്ല ക്രൗഡും ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ചുമ്മാ അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് നടന്നു. നമുക്ക് പറ്റിയതായിട്ടൊന്നുമില്ല, നല്ല റേറ്റാണ് എല്ലാത്തിനും. എല്ലാ ഫുഡിനായാലും ഡ്രിങ്ക്സിനായാലും എല്ലാത്തിനും നല്ല റേറ്റ് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്നു. നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ് നമുക്ക് നൈറ്റ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റായ റഫിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ മെയിൻ സ്റ്റേഷനിൽ നിന്ന് 2A എന്ന് പറഞ്ഞൊരു ബസ് കയറിയ ശേഷം അവിടുന്ന് 18 മിനിറ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് സ്റ്റോപ്പ് ബസ്സിൻ്റെ. അവിടുന്ന് കുറച്ച് ഒരു 700 മീറ്റർ നടക്കാനുണ്ട് ഈ ഫുഡ് സ്ട്രീറ്റിലേക്ക്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോപ്പൻഹാഗൻ്റെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 8 മണിയാകുമ്പോൾ ഫുൾ ക്ലോസ് ആകും. അപ്പം ഇപ്പോൾ 8 മണിയാകാറായി. അപ്പം നമ്മൾ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, നമ്മൾ പോയി നോക്കുകയാണ്. പിന്നെ ഇത് കോപ്പൻഹാഗനിൽ നിന്ന് ഒരു അരമണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്യണം. ഞാൻ പറഞ്ഞായിരുന്നു ബസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അപ്പം ഇവിടെ ഫുഡ് സ്ട്രീറ്റ് മാത്രമേ ഉള്ളൂ. പല രാജ്യങ്ങളുടെ ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. ഇന്ത്യയിലാണ്, അറബീസ് ആണെങ്കിലും ഇറ്റാലിയൻ ആയാലും എല്ലാ ടൈപ്പ് ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. നല്ല ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു വൈബാണ് ഇവിടെ. പിന്നെ ഇത് ഔട്ട്ഡോർ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. അപ്പം പല സ്ഥലത്തും തീ കൂട്ടിയിട്ട് കത്തിച്ച് അതാണ് ഇവിടെ. അവിടെ നിന്നാണ് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്നാണ് ഫുഡ് കഴിച്ചത്. ഇതുണ്ട് തീ കൂട്ടിയിട്ടേക്കുന്നത്. ഇതിനകത്ത് ഒരു വിറകിട്ട് കത്തിക്കുകയാണ്. ഇപ്പോൾ ജോൺ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം ബാക്കി ഉള്ളൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പം അത് മേടിച്ചുകൊണ്ട് വരുന്ന അവസ്ഥ നമ്മളെല്ലാം ഇരുന്ന് കഴിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ്. അതുകൊണ്ട് ഇത് ഞാൻ മേടിച്ച ഫുഡാണ്. എന്താണെന്ന് എനിക്കറിയാം. ഇതാട്ടോ ഞാൻ കഴിക്കുന്ന സാധനം. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല ഗൈസ്. ഇത് ജോൺ കഴിക്കുന്നത് ഗ്രില്ല്.
ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഇവിടെ വേറൊരു സംഭവം കാണുന്നത്. ഇവിടെ ഉണ്ട് ഗൈസ് ഐസ് സ്കേറ്റ് ചെയ്യുന്ന സ്ഥലം. പക്ഷേ ഇവിടെ ഞാൻ വട്ടത്തിൽ പെട്ടു ഗൈസ്. എന്താണ് ഇപ്പോൾ കാണുന്നത്? ഐസ് സ്കേറ്റിങ്ങിന് പോകണം നിൽക്കുന്ന ചെക്കന്മാര് എനിക്ക് കിട്ടി. ജോർജോ എന്തിടാ? ജോർജോട് കളിച്ചോട്ടെ. ജോർജോ വന്നേ. ജോർജോടുണ്ട് ഗൈസ്. ഗൈസ് ജോർജോ പഠിച്ചു ഗൈസ്. പക്ഷെ ഞാനിവിടുന്ന് അനങ്ങിയിട്ടില്ല. ആ എടാ ശിവശങ്കരൻ എന്തിനാ ഗൈസ്? ശിവശങ്കരനോടെ വണ്ടി കളിക്കൊണ്ടിട്ടുണ്ട്. ദീപോ പിടിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം തീർന്നു. നമ്മൾ നേരെ റൂമിൽ പോവാണ്. നമ്മുടെ റൂം ഇതാണ്. ഈ മൈനിങ്കർ എന്ന് പറഞ്ഞ ഇതിൽ എഴുതിക്കുന്നുണ്ടോ ഈ റെഡിൽ? അതാണ് നമ്മുടെ റൂം. നമ്മൾ വെച്ച് റൂമിൽ പോകണം ഗൈസ്. എന്നിട്ട് കിടന്നുറങ്ങിയ ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയ ശേഷം നാളെ രാവിലെ അടുത്ത സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ബൈ ചൂസ്.